ജീവിതത്തിൽ ധാരാളം ഭയപ്പാടിൻ്റേതായ സന്ദർഭങ്ങൾ കടന്നു വരാം. ഏത് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയാലും ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തുതിയും നന്ദിയും കരയേറ്റുവാനായി കഴിയും. എങ്ങനെയാണ് ഒരു ദൈവവേദന എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയുന്നത്? ഒന്ന്, യേശു കർത്താവ് നമ്മുടെ രക്ഷകനും ദൈവവുമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. യേശു മഹാസന്തോഷം നൽകിക്കൊണ്ടാണ് ഭൂമിയിൽ വന്നു പിറന്നത്. യേശു ഭൂമിയിൽ പിറന്നപ്പോൾ ദൈവദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:10-11 വാക്യങ്ങൾ. ലോകത്തിൽ മഹാസന്തോഷമായി പിറന്ന ഒരു രക്ഷകൻ നമുക്കായി ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിനുള്ള വഴി. യേശു തന്ന മഹാരക്ഷയിൽ നാം പങ്കാളികളാകുമ്പോൾ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞത്, നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടാൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഒരിക്കൽ യേശു താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്ക് 70 പേരെ ഈരണ്ടായി ദൈവീയ ശുശ്രൂഷയ്ക്കായി അയച്ചു. അവർക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരം കൊടുത്തു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ജനത്തെ അറിയിക്കുവാനും യേശു അവനോട് പറഞ്ഞു. യേശു കൽപ്പിച്ച പോലെ അവർ പട്ടണങ്ങളിലേക്ക് പോയി. അനേകം രോഗികൾ സൗഖ്യമായി. ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങുന്നത് കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. ആ വിവരം അവർ വന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പീൻ. ലൂക്കോസ് സുവിശേഷം 10:20. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് പല അനുഗ്രഹങ്ങളും നൽകാം, എന്നാൽ അവയൊന്നും നമുക്ക് ശാശ്വത സന്തോഷം നൽകുകയില്ല. നമ്മുടെ നിത്യമായ സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ കാണും എന്ന ബോധ്യമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കിട്ടണമെങ്കിൽ നമ്മിൽ പാപബോധവും ഒരു വീണ്ടും ജനനവും വേണം. യേശു നിക്കോദിമോസിനോട് പറഞ്ഞതും ഇതുതന്നെ. യേശുവിനോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ 3:3. വചനമാകുന്ന ദൈവം നമ്മിൽ ഉരുവാകണം. പത്രോസ് ഇപ്രകാരം പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23. നമ്മിൽ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ ദൈവമാകുന്ന വചനത്താൽ ജീവിപ്പിക്കണം. ഇന്ന് ബാഹ്യമായി നോക്കുമ്പോൾ ആർക്കും ഒരു കുറവുമില്ല. ബാഹ്യമായ പ്രാർത്ഥനകളും ആരാധനയുമുണ്ട്. എന്നാൽ നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ നാം കെടുത്തിക്കളഞ്ഞുവോ? യോഹന്നാൻ സർദീസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ജീവനുള്ളവൻ എന്ന നിനക്ക് പേർ ഉണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. വെളിപ്പാട് പുസ്തകം 3:1. ആത്മീയ നിലവാരം മരിച്ചവനെ പോലെയാണെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുകയില്ല. പാപം ചെയ്യുന്നവരുടെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ച്ചു കളയുമെന്ന് വചനം പറയുന്നു. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. പുറപ്പാട് പുസ്തകം 32:33. മോശ സീനായി മലയിൽ നിന്നും കൽപ്പനകളുമായി തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവകൽപ്പന മറന്ന് സ്വർണ്ണ കാളക്കുട്ടിയെ ദൈവമാക്കി ആരാധിക്കുന്നത് കണ്ടു. യഹോവയുടെ കോപം അവരുടെ നേരെ വരാതിരിപ്പാൻ മോശ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നത് രക്ഷകനായ യേശു നൽകുന്ന മഹാസന്തോഷം അനുഭവിക്കാത്തത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ പേർ കർത്താവിൻ്റെ ജീവപുസ്തകത്തിൽ ഉണ്ട് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഈ ബോധ്യം ഉണ്ടാകണമെങ്കിൽ പാപം വെടിഞ്ഞ് വിശുദ്ധമായ ജീവിതം നയിക്കണം. യോഹന്നാൻ കണ്ട ദർശനത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർക്ക് എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവിനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20:15. ജീവപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേർ പാപമൂലം മാഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുതാപത്തോടെ നമ്മുടെ രക്ഷകനിലേക്ക് മടങ്ങി വരണം. കർത്താവ് സ്നേഹത്തോടെ കരുണയോടെ ഓരോ ഹൃദയ കവാടത്തിലും മുട്ടി വിളിക്കുന്നു. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമോ? എങ്കിൽ ജീവപുസ്തകത്തിൽ നിന്നും മാഞ്ഞുപോയ പേർ കർത്താവ് വീണ്ടും എഴുതി ചേർക്കും. അവരെ ദൈവം സ്വർഗസിംഹാസനത്തിലേക്ക് കയറ്റും. അവിടെ നാം നിത്യമായ സന്തോഷത്തോടെ ദൈവത്തോടൊപ്പം വസിക്കുവാനിടയായിത്തീരും. ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകം 21:3-5 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ നിത്യമായ സന്തോഷത്തിന് ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com